Good morning students, welcome to the video. Next topic എന്ന് പറയുന്നത് കുറച്ച് മാഗ്നറ്റിക് ടേംസ് ആണ്. മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് MMF. എന്താണ് ഈ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് അഥവാ MMF എന്ന് പറഞ്ഞാൽ? നിങ്ങൾ EMF എന്ന് കേട്ടതാണ്. ഞാനിപ്പോഴാണ് ഓർക്കുന്നത്, നിങ്ങളൊരു സ്റ്റുഡന്റ് എൻ്റെ അടുത്ത് EMF എന്താണെന്ന് ഡൗട്ട് ചോദിച്ച് എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു. ഞാനത് എന്തായാലും ഞാൻ അന്നേരം അത് മറന്നുപോയി. അത് പറഞ്ഞുതരാം. അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ട് തരാം അതെന്താ സംഭവം. ഓക്കെ, അപ്പോ ഈ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ EMFന്റെ തുല്യമാണ്. ഓക്കെ, ഇറ്റ് കറസ്പോണ്ട്സ് ടു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അതായത് EMF ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിലെ EMFന്റെ തുല്യമാണ് ഈ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് അഥവാ MMF എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്? അതൊരു ഫോഴ്സ് ആണെന്ന് അറിയാം. ഓക്കെ, എന്ത് ഫോഴ്സ്? അതായത് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. എവിടെ? മാഗ്നറ്റിക് സർക്യൂട്ടിൽ. അപ്പോൾ എന്താണ് സിമ്പിൾ ആയിട്ട് ഈ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് അഥവാ MMF എന്ന് ചോദിച്ചാൽ, the force which drives the magnetic flux through a magnetic circuit is known as മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് MMF അഥവാ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ, എവിടെയാണ്? മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്തിനെ? മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. അത് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ EMFന് തുല്യമാണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ടേൺസ് ആണ്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ആംപിയർ ടേൺസ്. ഓക്കെ, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ MMF ഈസ് ഈക്വൽ ടു I into N. I എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് കറണ്ട്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ വാല്യൂ ഓഫ് കറണ്ടിനെ നമ്പർ ഓഫ് ടേൺസ് കൊണ്ട് ഗുണിച്ചാൽ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് കിട്ടും. കറണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ആണ്. അപ്പോൾ വാട്ട് ഈസ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് വിച്ച് ഡ്രൈവ്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് നോൺ ആസ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. It is equivalent to EMF in an electrical circuit. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ EMFന് തുല്യമാണ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ EMFന് തുല്യമാണ്. അത് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന ആംപിയർ ടേൺസ് ആണ്. മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് I into N ആണ്. I എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് കറണ്ട് ഇൻ ആംപിയർ, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, അടുത്ത ടേം റിലക്ടൻസ്. അടുത്ത ടേം എന്ന് പറയുന്നത് റിലക്ടൻസ് ആണ്. വാട്ട് ഈസ് റിലക്ടൻസ്? റിലക്ടൻസ് എന്ന് പറഞ്ഞാൽ property of a magnetic material. ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. എന്ത് പ്രോപ്പർട്ടി? ടു ഒപ്പോസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് magnetic flux in it. ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ റിലക്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ എതിർക്കാനുള്ള മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് റിലക്ടൻസ്. ഓക്കെ, അപ്പോൾ
ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. എന്തു പ്രോപ്പർട്ടി? അത് മാഗ്നറ്റിക് ഫ്ലക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യാനുള്ള, എതിർക്കാനുള്ള ആ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ, ഫോം ചെയ്യുന്നതിനെ എതിർക്കാനുള്ള ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ്. അപ്പോൾ വാട്ട് ഈസ് റിലക്റ്റൻസ് എന്ന് ചോദിച്ചാൽ, it is a property of a material to oppose what? Creation or formation of magnetic flux. Magnetic flux ഫോം ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ എതിർക്കാനുള്ള അല്ലെങ്കിൽ തടയാനുള്ള ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഫോം ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് reluctance. It is equivalent to resistance. In electrical circuit. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന പ്രോപ്പർട്ടിക്ക് തുല്യമാണ് ഈ മാഗ്നറ്റിക് സർക്യൂട്ടിൽ റിലക്റ്റൻസ്. റിലക്റ്റൻസും റെസിസ്റ്റൻസും തമ്മിലുള്ള സാമ്യം എന്താണ്? എന്താണ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് എന്താണ്? കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി. Reluctance of opposes creation of magnetic flux. മാഗ്നറ്റിക് ഫ്ലക്സ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യാനുള്ള മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എതിർക്കാനുള്ള അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാനുള്ള ആ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് റിലക്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. എന്തിനെ ഒപ്പോസ് ചെയ്യാനുള്ള? കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. രണ്ടും ഒപ്പോസിഷൻ പ്രോപ്പർട്ടിയാണ്, എതിർക്കാനുള്ള പ്രോപ്പർട്ടിയാണ്, എതിർക്കാനുള്ള ടെൻഡൻസിയാണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നു. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫോർമേഷനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ക്രിയേഷനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് റിലക്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. എന്തിനു വേണ്ടിയുള്ള പ്രോപ്പർട്ടി? എന്തു തരം പ്രോപ്പർട്ടി? മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഫോം ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് റിലക്റ്റൻസ്. ദാറ്റ് ഈസ് അനലോഗസ് ടു resistance in electrical circuit. Okay, resistance is the property of a material to oppose the flow of current through it. Okay, അപ്പോൾ കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഫോം ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റിലക്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപിയർ ടേൺസ് പെർ വെബർ. ആംപിയർ ടേൺസ് പെർ വെബർ. ഓക്കെ, ഇതാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ.